ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് ആൻഡ് മെറ്റബോളിക് ഹെൽത്ത് എന്ന ടോപ്പിനെ പറ്റി. അതായത് നമുക്കറിയാം, എല്ലാവരും തന്നെ പ്രോബയോട്ടിക്സ് എന്നതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ വയറ്റിൽ, അതായത് നമ്മുടെ ഗട്ടിൻ്റെ അകത്ത്, കുടലിൻ്റെ അടുത്തൊക്കെ ഒരു കമൻസാൽ ബാക്ടീരിയ, നോർമൽ ഒരു ബാക്ടീരിയ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അത് ബാക്ടീരിയോട്സ് ഉണ്ട്, പ്രോട്ടിയോ ബാക്ടീരിയ, ഇങ്ങനെ ലാക്ടോബാസ്, ഇങ്ങനെ പല ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ നമുക്ക് ഒരു മൈക്രോബിയൽ ഓർഗൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തെ തന്നെ ഒരു ഓർഗനായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, അത് നമുക്ക് പല കുഴപ്പങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിസ് തന്നെ ഉണ്ടാക്കാം, ഡയബറ്റിസ് വേഴ്സൺ ചെയ്യാം, മോശമാക്കാം, ഇങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പം അടുത്ത 20th സെഞ്ച്വറിയിലാണ് ഈ പ്രോബയോട്ടിക്സിനെ പറ്റി ഒരു സയൻറ്റിസ്റ്റ് മെസ്റ്റിക്കോപ്പ് എന്ന് പറയുന്നത്, പുള്ളിക്ക് നോബൽ പ്രൈസ് കിട്ടി. ആ സയൻറ്റിസ്റ്റാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇത് ഡിസ്ബയോസിസ്, ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന് വേരിയേഷൻ വരുന്ന കാരണമാണ് പല അസുഖങ്ങളും കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഡയബറ്റിസുകാർക്ക് ഇത് ഈ ബാക്ടീരിയ വ്യത്യാസം വരുന്നത് കാണും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെ ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്, ഫ്രീ റാഡിക്കൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കാരണം തന്നെ വരും ഷുഗർ, കൊളസ്ട്രോൾ ലെവൽ വ്യത്യാസം വരുന്നു, ഫാറ്റി ലിവർ ഡിസീസിലേക്ക് നിന്നും ഒബീസ് ആകുന്നു. നമുക്കറിയാം, ഏഷ്യൻ ഇന്ത്യൻ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം അബ്ഡോമിനൽ ഒബസിറ്റിയാണ് കൂടുതൽ. നമ്മുടെ വയറിന് ചുറ്റുമാണ് ഫാറ്റെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുക. പക്ഷേ യൂറോപ്യൻസ് യൂണിഫോം ആയിട്ടാണ് അവരുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വയറിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മൂലം ഈ ഗട്ട് മൈക്രോബായിട്ട് കാര്യമായിട്ട് മാറ്റം വരുന്നുണ്ട്. അതായത് മെറ്റബോളിക് ഹെൽത്ത്, അതായത് മൈക്രോബിയൽ ഓർഗന് കാര്യമായിട്ട് ഡാമേജ് വരുന്ന കാരണം നമുക്കറിയാം കൂടുതലായിട്ട് ആൾക്കാർ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം കൂടുതൽ ഷുഗർ രോഗികളുണ്ട്. കാരണം നമുക്ക് 3% ആൾക്കാർ ഒബീസാണ്. അബ്ഡോമിനൽ ഒബസിറ്റി തന്നെ 33% ആൾക്കാർ ഇന്ത്യയിലുള്ളവരുണ്ട്. അപ്പോൾ നമുക്കറിയാം, അത്രയും ആൾക്കാർക്കും ഷുഗർ വരാൻ, ഒരു എപ്പിഡമിക് പോലെ ഡയബറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റബോളിക് ഹെൽത്ത്, ഈ ഗട്ടിലുള്ള ഈ ബാക്ടീരിയയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനെ എങ്ങനെ സംരക്ഷിക്കാം, അതിനൊക്കെ വയ്ക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ചിലർ പറയും അമോക്സിൻ, ചില ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയ്ക്ക് പ്രശ്നം വരുന്നത് കാരണം നമുക്ക് ലൂസ് സ്റ്റൂൾ വരുന്നു. ശരിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് പ്രോബയോട്ടിക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഡ്രഗ്സുകൾ നമ്മൾ കൊടുക്കും, പേഷ്യന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന കൊടുത്ത്. അപ്പം മിക്കവാറും എല്ലാ അസുഖങ്ങളും, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അല്ലാതെ ചില ഡ്രഗ്സ്, മിക്കവാറും പല ഡ്രഗ്സ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ പ്രോബയോട്ടിക് കൊടുക്കാറുണ്ട്. കാരണം നമുക്കിനി ഇൻഫ്ലമേഷൻ കുറയ്ക്കുക, ഫ്രീ റാഡിക്കലിൻ്റെ പ്രശ്നം കുറയ്ക്കുക, അങ്ങനെ നോർമൽ ബാക്ടീരിയ അവിടെ ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആൻറ്റിബയോട്ടിക് ചെല്ലുമ്പോൾ കുറച്ച് ഡാമേജുകൾ നോർമൽ ബാക്ടീരിയ വരും. അപ്പോൾ നമ്മുടെ ഫുഡ് പ്രോപ്പറായി ഡൈജസ്റ്റ് ചെയ്യാൻ വരും. അപ്പോൾ ആ പേഷ്യൻസ് പറയും, ഞാൻ കഴിച്ചാൽ എനിക്ക് അന്നേരം വെയിറ്റ് ചെയ്ത് പോകണം, ലൂസ് സ്റ്റൂളില്ല കഴിച്ചാൽ, അപ്പം വയറിനൊരു ഇറിറ്റേഷൻ, റിഫ്ലക്സ് റെസ്പോൺസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസ്ഡ് മോട്ടിലിറ്റി. അപ്പം നമ്മുടെ ഹാർട്ടിന് കാർഡിയോവാസ്കുലർ റിസ്ക് കുറയ്ക്കുക, അതായത് നമുക്ക് സ്ട്രോക്ക് വരുന്ന, അറ്റാക്ക് വരുന്ന തടയാൻ പറ്റും. കിഡ്നിക്ക് ഡാമേജ് വരായിരിക്കും, നെഫ്രോപ്പതി അല്ലെങ്കിൽ റെറ്റിനോപ്പതിയിൽ ഇതിനൊക്കെ നല്ല റോൾ. പ്രത്യേകിച്ച് വെയിറ്റ് മാനേജ്മെൻറ്റ്, നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ തടയുന്നതിനും ഈ മെറ്റബോളിക് ഹെൽത്ത്, നല്ലൊരു മെറ്റബോളിക് ഹെൽത്ത് ഉണ്ടാക്കുന്നതിന് ഈ പ്രോബയോട്ടിക്സ് നല്ല റോളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ഒരു അടുത്ത നൂറ്റാണ്ടിൽ ശരിക്കും നമ്മൾ മിക്കവാറും ആൾക്കാർ തന്നെ ഇപ്പം തന്നെ പ്രോബയോട്ടിക് കഴിക്കുന്നവരോട് വാങ്ങിച്ചു. പണ്ടൊക്കെയാണ് നമുക്കറിയാം മൾട്ടിവൈറ്റമിൻ കഴിക്കുമായിരുന്നു. ന്യൂറോബയൻ ഫോട്ടോയ്ക്ക് നമുക്ക് മെറ്റ്ഫോമിൻ കഴിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. കാരണം കാലിന് മരപ്പ് കുറയ്ക്കാൻ വേണ്ടി, പിഡോക്സിൻ ഡെഫിഷ്യൻസി കാരണം. അപ്പം പിന്നെ omega-3 ഫാറ്റി ആസിഡ്, പിന്നെ കാൽഷ്യമായി, പിന്നെ വൈറ്റമിൻ ഡി ആയി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്കറിയാം വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി കാരണം ഡിപ്രഷൻ വരുന്ന ആൾക്കാർ സൂയിസൈഡ് വരുന്നുണ്ട്, ഡെഫിഷ്യൻസി കാരണം. അപ്പം വൈറ്റമിൻ ഡിക്ക് എന്തുമാത്രം റോളാണെന്ന് ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് വൈറ്റമിൻ ഡി ചോദിച്ച് മേടിച്ച് കഴിക്കും, നോക്കുന്ന പോലെയില്ല. അപ്പോൾ മാസത്തിൽ കഴിക്കുന്നവരുണ്ട്, ഡെയിലി കഴിക്കുന്നവർ, ചെറിയ ഡോസ് വീക്കിലി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ട്രെൻഡ് വരാമെന്ന് ഈ പ്രോബയോട്ടിക് ആയിരിക്കും. കാരണം പ്രോബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും, അതേപോലെ ഹൈപ്പർ കൊളസ്ട്രീമിയയും, ഫാറ്റി ലിവർ ഡിസീസും, കാർഡിയാക് റിസ്ക്കും കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരാളെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് പ്രമേഹരോഗികൾ, നോർമൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് പ്രത്യേകിച്ച് നല്ല ഗുണം ചെയ്യും. അതുകൊണ്ട് പ്രോബയോട്ടിക്കുകൾ നമ്മൾ കഴിക്കുന്നതല്ലാണ്, പക്ഷേ ഡോക്ടർ അഡ്വൈസ് പ്രകാരം അത് ആരെ എങ്ങനെ കഴിക്കണം, അത് കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി വേണം കഴിക്കാൻ. ഇപ്പം വൈറ്റമിൻ ഡി പലരും തന്നെ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നവരുണ്ട്, അവർക്കറിയാം വീക്കിലി കഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ചിലപ്പം പലരും നോക്കും, നോർമൽ ലെവൽ അവർക്കറിയാം. അപ്പോൾ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗട്ട് മൈക്രോബയോട്ട് നമുക്കറിയാം, ഈവൻ സിറോസിസിനും ഇങ്ങനെ പല, ഈവൻ ക്യാൻസർ ചികിത്സയ്ക്ക് പോലും നമുക്ക് ഒബീസ് ആൾക്കാർ നമുക്കറിയാം ക്യാൻസർ വരാൻ ചാൻസ്, പ്രത്യേകിച്ച് കോളനൊക്കെ. അപ്പോൾ ഈ ഗട്ട് മൈക്രോബയോട്ടിക്ക് അതിന് റോളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി നല്ല വ്യത്യസ്തമായ ബാക്ടീരിയ, നോർമൽ ബാക്ടീരിയ മാറി വേറൊരു ബാക്ടീരിയ വരുമ്പോഴായിരിക്കും അത് ചേഞ്ചസ് ഉണ്ടാകും. ഇൻഫ്ലമേഷൻ വരുന്നു, ക്യാൻസർ സെല്ലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നല്ലൊരു ബാക്ടീരിയ നമുക്ക് ഏതാണ് ബോഡിക്ക് വേണ്ട, കുടലിന് വേണ്ട, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും, നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും, കാർഡിയാക് റിസ്ക് കുറയ്ക്കാനും, ഷുഗർ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. താങ്ക് യു.